ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോകുന്നത് തന്നെയാണ്. അപ്പോൾ ബസ്സൊക്കെ കയറിയതിന് ശേഷം വഴിയിലൊക്കെ ഒരുപാട് ഷോപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മിക്കതും ഈ ഒരു പഴക്കട കൂടാതെ ചെരുപ്പ് കട ഇതുപോലത്തെ കടകളായിരുന്നു കേട്ടോ മിക്കതും. അപ്പോൾ എവിടെ പോയാലും എൻ്റെ അമ്മാമ്മ ആദ്യം തന്നെ നോക്കുന്നത് ലോട്ടറി കട എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ്. ഇന്നും അതുപോലെ തന്നെ ഒരു ലോട്ടറി കട കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ ലോട്ടറിയൊക്കെ എടുത്ത് കുറേ നേരം അവിടെ നിൽക്കും. അതിനുശേഷമാണ് ഒരു ലോട്ടറി സെലക്ട് ചെയ്തിട്ട് വരുന്നത്. ഞാനും മാളുവും അമ്മയും അമ്മാമയും കൂടെയാണ് കേട്ടോ പോയത്. ഒരു ദിവസം പോലും ലോട്ടറി എടുക്കാതെ അമ്മാമ്മ ഇരിക്കത്തില്ല. ഞാൻ ചോദിക്കുമ്പോൾ പറയും എന്നാണ് നമ്മളുടെ ഭാഗ്യമെന്ന് അറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എന്നും അമ്മാമ്മ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വാങ്ങും. വല്ലപ്പോഴേക്ക് മാത്രം 100 രൂപയോ 500 രൂപയോ വല്ല അടിക്കും. അങ്ങനെ അമ്മാമ്മ ലോട്ടറിയൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് തിരിക്കുവാണ് കേട്ടോ വീണ്ടും. അങ്ങനെ നമ്മൾ സിറ്റിയിലൊക്കെ എത്തി കേട്ടോ. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മൾ വെളിയിൽ നിന്നാണ് കണ്ടത്. രാവിലെ ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ചെറുതായിട്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾക്ക് പോവേണ്ട ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബസ്സിലൊക്കെ കയറിയിരുന്നു. നമുക്ക് കിട്ടിയത് ഇലക്ട്രിക് ബസ്സാണ്. കണ്ണ് കാണിക്കാനൊന്നും മാത്രമേ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൂ. എന്തിനാണെന്നല്ലേ, ദൂരെയൊക്കെ എഴുതിയിരിക്കുന്ന കുഞ്ഞു ലെറ്റേഴ്സൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അവിടെയൊക്കെ ഒരുപാട് വണ്ടികളും ബസ്സുകളും ആട്ടോകളുമായിട്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവിടെ പ്ലാന്റ്സും ട്രീസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവുകയാണ്. എൻ്റെ അനിയത്തി 3-4 തവണ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ ബോർഡൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചുറ്റിലും ഓരോരുത്തർ ഇതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് വിൽക്കുന്നുണ്ട്. ടോക്കൺ നമ്പർ എത്ര ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്ത് കയറി ചെക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ അനിയത്തിക്കാണെങ്കിൽ ENTയിൽ കാണിക്കണമായിരുന്നു. അങ്ങനെ അവളും പോയി. നമ്മൾ വെളിയിലിരുന്ന് വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ടോക്കൺ നമ്പർ ഇതുപോലെ തന്നെ ഓരോന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ENT സെക്ഷനിലുള്ള ടോക്കൺ നമ്പറാണ്. അപ്പം അകത്ത് ക്യാമറയ്ക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ടാണ് അകത്തൊന്നും എടുക്കാത്തത്. അപ്പോൾ ഫയലും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. ഇനി ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ കാര്യത്തിന് വേണ്ടി അടുത്ത് കണ്ണാശുപത്രിയിലോട്ട് പോകാനായിട്ട്. നമ്മൾ കുറേ നേരം ടോക്കൺ നമ്പർ നോക്കിക്കൊണ്ടിരുന്നു. ടോക്കൺ നമ്പർ 129, ടോക്കൺ നമ്പർ 130. നമ്മളെ ടോക്കൺ നമ്പർ എത്തിയപ്പോഴത്തേക്കും അമ്മയും ആളും കൂടെ കൊണ്ട് കാണിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. ഇവിടെ നിന്ന് ഓരോ ആൾക്കാരും ഇതുപോലെ തന്നെ നമ്പറൊക്കെ നോക്കിയിട്ടാണ് അവർ പോകുന്നത്. പിന്നെ അമ്മയും ആളും വന്നപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. എൻ്റെ കണ്ണിന് ചെറുതായിട്ടൊരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അവർ ഗ്ലാസ്സിന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് പോയി വാങ്ങണം. തിരിച്ച് നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് നടന്ന്. നമുക്ക് എഴുതി തന്നത് HLL ആശുപത്രിയിൽ പോയി കണ്ണാടി മേടിക്കാനായിട്ടാണ് കേട്ടോ. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ ഫാൻസി കടയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ചായയും വടയൊക്കെ കഴിക്കാമെന്നാണ് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. സമയം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ഒരു ലക്ഷ്മി ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. നമ്പർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടിപൊളിയായിട്ടുള്ള ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പ്ലേറ്റിലാണ് നമുക്ക് ചോറ് തരുന്നത്. അങ്ങനെ നമ്മൾ സീറ്റിലൊക്കെ കയറിയിരുന്നു. ചിക്കൻ ബിരിയാണി, വെജ് ബിരിയാണി, അങ്ങനെ ഒരുപാട് ബിരിയാണികളുടെ ലിസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും മേടിച്ചില്ല. ഉച്ചയായതുകൊണ്ട് തന്നെ ചോറ് കഴിക്കാനായിരുന്നു മൂഡ്. അങ്ങനെ നമ്മൾ ചോറൊക്കെ മേടിച്ചു. ചോറും തീയലും തോരനും പപ്പടവും വെള്ളയ്ക്ക അച്ചാറും വറുത്ത മുളകും വെള്ളവും ഒക്കെയാണ് ഇവിടെ കറികൾ വരുന്നത്. അതിനുശേഷം നമുക്ക് വല്ല ഒഴിച്ചുകറിയും വേണമെന്നുണ്ടെങ്കിൽ സാമ്പാർ, പരിപ്പ്, രസം, പുളിശ്ശേരി, മോര് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ അങ്കിള് നമ്മളടുത്ത് നല്ല ഫ്രണ്ട്ലി കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ്. നമ്മളെ ഫാനാണ് കേട്ടോ. കൂടാതെ നമ്മൾ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒഴിച്ചു കറിയായിട്ട് പരിപ്പാണ് വാങ്ങിച്ചത് കേട്ടോ.
നല്ല ജയായൊരു ചോറാണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടിയത്. ഇപ്പോൾ ഊണ് കഴിക്കാനുള്ള ടൈം ആയി വരുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ കട ഫുൾ ആൾക്കാരായിരിക്കും. രാവിലെയൊക്കെയാണ് ടൈം എന്നുണ്ടെങ്കിൽ കട്ടൻ കാപ്പിയും ചായയൊക്കെ കുടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന കറികൾ പോലെ തന്നെയാണ് ഇവിടുത്തെ ഫുഡും വരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. ചോറും കാര്യങ്ങളും വീണ്ടും വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തരുന്നതാണ്. അങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ലക്ഷ്മി ഹോട്ടലാണ്, ആരും മറന്നു പോകരുത്. ഇത് വരുന്നത് ജനറൽ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. ഞങ്ങളവിടെ ടൈം ആയി കാണുമെന്ന് കരുതി നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. ഡോക്ടറിൻ്റെ കാത്ത് എൻ്റെ അനിയത്തിയും അമ്മയും കൂടെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ 2 പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ താഴെ സെക്യൂരിറ്റിയൊക്കെ നിൽക്കുന്നുണ്ട്. അമ്മയും ആളും കൂടെ ലിഫ്റ്റിലൊക്കെ കയറിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ HLL ഒപ്റ്റിക്കൽസിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഫ്രെയിമും ലെൻസും ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ അകത്തൊക്കെ കയറി കേട്ടോ. ഒരുപാട് ടൈപ്പ് ലെൻസും ഗ്ലാസും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിൽ പവർ ഉള്ളതും പവർ ഇല്ലാത്തതും ഉണ്ട്. കൂടാതെ സൺഗ്ലാസ് അങ്ങനെ തുടങ്ങി ഒരുപാട് കണ്ണാടികൾ ഇവിടെ ഉണ്ട്. എനിക്ക് ഫ്രെയിം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ഗ്ലാസ് കൊണ്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ തന്നെ ലെൻസും ഗ്ലാസും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് കണ്ണാടികൾ ഇവിടെ ഉണ്ടെങ്കിലും നമ്മളുടെ മുഖത്ത് ചേരുന്ന ടൈപ്പിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എൻ്റെ അവസരവും വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മുമ്പിൽ ഒരു മിറർ കൊണ്ട് വച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാവാം എനിക്കൊന്നും മാച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് ടൈപ്പ് ഫ്രെയിമൊക്കെ ഞാൻ വച്ച് നോക്കി. ഇതാണ് ഫസ്റ്റ് വച്ച് നോക്കിയത്. എൻ്റെ ഫ്രെയിമൊക്കെ വളരെ വലുതായിരുന്നു. എനിക്കൊന്നും കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഞാൻ വച്ച് നോക്കിയതെല്ലാം റൗണ്ടിനുള്ള കണ്ണാടികളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫ്രെയിമിൻ്റെ സൈഡ് വന്നിട്ട് വലുതായതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു. എൻ്റെ അനിയത്തിയാണെങ്കിൽ അവിടെ നിന്ന് എന്നെ കളിയാക്കുന്നുണ്ട്. ആൻറ്റിമാരെ പോലെ ഇരിക്കുന്നു, അമ്മച്ചിമാരെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതുപോലത്തെ കണ്ണാടികളും ഞാൻ വച്ച് നോക്കി. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് എനിക്ക് 2 കണ്ണാടികൾ വച്ച് നോക്കിയിട്ട് ഒരു സംശയം ഉണ്ടായിരുന്നു ഇതിൽ ഏത് വേണമെന്നുള്ളത്. രണ്ടാമത്തെ കണ്ണാടി എന്ന് പറയുന്നത് ഇതാണ്. എനിക്കിത് നല്ല കംഫോർട്ടുമാണ്, നല്ല ടൈറ്റുമാണ്. അപ്പോഴത്തേക്ക് ഇത് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ആ കണ്ണാടി കൊടുത്തിട്ടുണ്ട്. ഇനി 4 ദിവസം കഴിഞ്ഞിട്ട് അത് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മളൊരു ചായക്കടയിൽ കയറിയിട്ട് നല്ല ചൂട് ഉള്ളിവടയും ചായയും കുടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിരുന്നു. കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലാണ്. അങ്ങനെ എൻ്റെ അമ്മമ്മ ക്യാഷൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കിഴക്കേക്കോട്ട ബസ് കയറി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം തൊട്ടടുത്ത് വീടായതുകൊണ്ട് നമ്മൾ ഒരു ഓട്ടോയെ പിടിച്ച് നമ്മൾ അതുവഴി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.